യു ആർ നോട്ട് ചോക്ലേറ്റ്, യു കനോട്ട് പ്ലീസ് എവ്രി വൺ. നീ കേട്ടിട്ടുണ്ടോ അത്? ഇല്ല. ഇതെന്റെ ഫ്രണ്ടിന്റെ സ്റ്റേറ്റസ് ആയിരുന്നു. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ആലോചിക്കേണ്ട കാര്യമല്ലേ ഇത്? വളരെ വളരെ നന്നായി എല്ലാരെയും നമുക്ക് സന്തോഷിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. നമ്മൾ മിഠായി അല്ലല്ലോ. അതെ. പക്ഷെ ഞാൻ പണ്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനും ആയിരുന്നില്ല. നമുക്കൊരു തോന്നലുണ്ടല്ലോ എല്ലാരും ഹാപ്പി ആണെങ്കിൽ നമ്മളും ഹാപ്പി ആണെന്ന്. അതെ. പക്ഷെ എല്ലാ പ്രാവശ്യം എല്ലാരും ഹാപ്പി ആകുമ്പോ നമ്മൾ ഹാപ്പി ആണോ? പക്ഷെ ഇവിടെ എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, നമ്മള് ബാക്കിയുള്ളവരെ പ്ലീസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇഷ്ടമില്ലാത്ത വഴിയിൽ കൂടി നമ്മളെ കൊണ്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളും ചെയ്യുന്നു. പക്ഷെ ബാക്കിയുള്ളവര് ഹാപ്പി ആവുന്നുണ്ടോ? നമ്മൾ ശ്രമിക്കുന്നു. ശരിയാട്ടോ. അത് നമ്മൾ ആലോചിക്കുന്നില്ല അല്ലെ? ചിലപ്പോ നമുക്ക് ഉള്ളൊരു മനസ്സിലെ ചിന്തയാണ് നമ്മൾ ഇങ്ങനെ ചെയ്താൽ അവര് സന്തോഷായിരിക്കുന്നു. അതെ. പക്ഷെ നമ്മുടെ പ്രവൃത്തി കൊണ്ട് അവർക്ക് സന്തോഷം ആവണം നിർബന്ധമില്ല. ഒട്ടുമില്ല. നമ്മൾ സന്തോഷമായാലായിരിക്കും അവര് കൂടുതൽ സന്തോഷാവുക. ആണോ? അല്ല, എന്റെ ഒരു ചിന്താഗതി ഇവിടെ കുറച്ച് ഡിഫറെന്റ് ആകും. എനിക്കെന്താന്ന് പറഞ്ഞാ, സി, ഒരാളുടെ ഹാപ്പിനെസ് അയാളുടെ ഉള്ളിലാണ്. അപ്പൊ നമ്മള് നമുക്ക് ഹാപ്പിനെസ് കിട്ടുന്ന സാധനങ്ങൾ നമ്മൾ ചെയ്യുക. ഓക്കെ. സോ വി ആർ ഹാപ്പി. ബാക്കിയുള്ളവരുടെ ഹാപ്പിനെസ് അവരുടെ കാര്യത്തില. ശരിയാട്ടോ. അവരെന്താ പ്രയോറിറ്റി തരുന്നതെന്ന് നമുക്കറിയില്ല. സത്യം. നമ്മുടെ ജീവിതത്തിലെ പ്രയോറിറ്റി മാത്രമേ നമുക്ക് അറിയുള്ളൂ. അത് സത്യമായിട്ടോ. ഇപ്പൊ എന്താ എനിക്ക് ഓർമ്മ വരുന്നേ അറിയോ? എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നേ. പണ്ടത്തെ ഒരു ശീലട്ടോ. അത് ശരിയാണോ അല്ലേന്ന് അറിയില്ല. ഹസ്ബൻഡ് വന്നു കഴിഞ്ഞിട്ടാണ് അവരെ കൂടെ ഇരുന്ന് കഴിക്കുന്നത്. ഒരു സന്തോഷമൊക്കെയാണ്. പക്ഷെ എല്ലാ ദിവസവും അവർക്ക് സമയത്തിന് വരാൻ പറ്റില്ലല്ലോ. അതെ. അപ്പം എന്താ വെച്ചാൽ വിശന്നാലും ചില സ്ത്രീകൾ അല്ല ഒന്ന് ഞാനുമാണ് കാത്തിരുന്നിട്ട് അവരും കൂടി വന്നിട്ടാണ് കഴിക്കുക. ചില ദിവസങ്ങളിൽ നമുക്ക് നന്നായിട്ട് വിശക്കുവേ. ആ സമയത്ത് അവർ എത്തിയിട്ടുണ്ടാവില്ല. അത് എന്തുകൊണ്ട് വന്നില്ല എന്ന് ആലോചിക്കാനുള്ള മനസ്സെനിക്ക് അപ്പല്ല. ഞാൻ വിശക്കണു, വെയിറ്റ് ചെയ്തല്ലോ, വന്നില്ല എന്നേ മാത്രമേ ആലോചിക്കുന്നു. ഇതിന് എനിക്ക് ഭയങ്കര ഡിഫറെന്റ് ആയ ഒരു കാര്യം പറഞ്ഞത് ഒരു ഫ്രണ്ടാട്ടോ. അവള് കാഷ്വലി ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പൊ അവൾക്ക് എന്താ വെച്ചാൽ സമയമാകുമ്പോ ഭക്ഷണം കഴിക്കണം. എന്നിട്ട് അവളുടെ കാര്യം കുഴപ്പമൊന്നുമില്ല. അപ്പൊ അവള് പറഞ്ഞു അവളുടെ ഒരു റിലേറ്റീവ് ഒരു ചേച്ചിയുണ്ട്, അവർ ഹസ്ബൻഡ് വന്നിട്ടേ കഴിക്കുള്ളൂ. പക്ഷെ പ്രോബ്ലം എവിടെയാ അവള് പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായത് വെച്ചാല് ഹസ്ബൻഡ് വരുമ്പോ ജനറലി പലപ്പോഴും ഇവര് ആംഗ്രി അല്ലെങ്കിൽ വെറീഡ. എന്താ വിശപ്പ് ഒരു നാച്ചുറൽ ഇൻസ്റ്റിങ്ക്റ്റ് അല്ലേ? നമ്മൾ അതിനെ സപ്രസ് ചെയ്തിട്ട് വെറുതെ ഇങ്ങനെ ഓരോ മോറൽ കാര്യങ്ങൾ പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പൊ അവൾ എന്നോട് ചോദിച്ചു, സത്യം പറയാ വെച്ചാൽ നമ്മള് ഭക്ഷണം കഴിച്ചിട്ട് വരുന്നവരെ ഹാപ്പിലി വെൽക്കം ചെയ്യുന്നതല്ലേ അവർക്കും ഇഷ്ടമുണ്ടാവുക. വളരെ വളരെ ട്രൂ അല്ലേ? ഇത് മുഖം വീർപ്പിച്ച് അല്ലെങ്കിൽ സങ്കടപ്പെട്ടിട്ട് ദേഷ്യപ്പെട്ടിട്ട് ഒരു വരുന്ന ആൾക്കാരെ വെൽക്കം ചെയ്യുന്നത് നല്ലതല്ലേ? അതെ. പക്ഷെ അത് ഞാൻ ലൈഫിൽ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. വെരി നൈസ്, വെരി നൈസ്. ഞാൻ അതിന് ശേഷം നോക്കുമ്പോഴാണ് അറിയുന്നത് ഹസ്ബൻഡ് ഇസ് ലീസ്റ്റ് ബോതേർഡ്. ഹസ്ബൻഡ് ഹാപ്പി വൈഫിനോ അല്ലെങ്കിൽ ഹാപ്പി ഫാമിലി മെമ്പേഴ്സിനെയോ കണ്ടാൽ മതി. ആ ടൈമിൽ കഴിക്കണമെന്ന് ഉണ്ടാവില്ല. ഇങ്ങനെ അമ്മമാരും ചെയ്യാറുണ്ട് മക്കൾക്ക് വേണ്ടിയിട്ട്. സ്കൂൾ വിട്ട് വന്നിട്ട് മക്കളും കൂടെ കഴിക്കുന്നവരുണ്ട് വിശന്നുകൊണ്ട്. പക്ഷെ അതിനുശേഷം അതൊക്കെ നിർത്തിയിട്ട് ഞാൻ എനിക്ക് വേണ്ട ഭക്ഷണമൊക്കെ എടുത്ത് കഴിച്ച് അവര് വരുമ്പോ സന്തോഷമായിട്ട് അവരുടെ കഥയും കേട്ട് അവർക്ക് ഭക്ഷണം വിളമ്പി കൊടുത്തപ്പോ എനിക്ക് തോന്നുന്നു അതിൽ എനിക്ക് കുറച്ചും കൂടി സന്തോഷം ഉണ്ടായിരുന്നു, അവർക്കും സന്തോഷം ഉണ്ടായിരുന്നു. കുട്ടികൾക്കും ഇല്ലേ ഇത്? ചിലപ്പോ എനിക്ക് തോന്നുന്നു നമ്മൾ തന്നെ നമ്മളുടെ ഒരു പഴയ സിസ്റ്റം, അതെ, പഴയ വീടുകളിലുള്ള ആചാരങ്ങൾ നമ്മളത് ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ കൂടി നമ്മളുടെ എവിടെയും ശരിയാണ്. അപ്പൊ നമ്മൾ ചിന്തിച്ചു കൂട്ടുകയാണ് നമ്മൾ ഇങ്ങനെ ചെയ്ത അവരെ ഹാപ്പിയാവും അല്ലെങ്കിൽ ഇങ്ങനെയാവും. പക്ഷെ ഇതൊന്നും അല്ല. ആക്ച്വലി ചിലപ്പോ ഹസ്ബൻഡ്സിന് ഒരു കുഴപ്പമുണ്ടാവില്ല. ദേ വിൽ ബി മോർ ദാൻ ഹാപ്പി. വൈഫ് വിശന്നു ആ ടൈമിൽ കഴിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായി എന്ന് മാത്രമേ അവര് പറയാറുള്ളൂ. നമ്മളാണ് ഈ ചിന്തിച്ചു കൂട്ടുന്നത്, നമ്മളും ഹസ്ബൻഡും കൂടി ഇരുന്നിട്ടേ കഴിക്കാൻ ഒരു നിർബന്ധവും ഇല്ല. മാത്രമല്ല കുറച്ച് ഫ്രീഡമും കൊടുക്കുകയാണ്. അവരെന്തെങ്കിലും പണി ചെയ്യണ്ടെങ്കിൽ തീർത്തിട്ട് വന്നാൽ അവർക്കും ടെൻഷൻ ഇല്ല. ഇതിപ്പോ ആരോ കാത്തിരിക്കുന്നു, അമ്മയായാലും ശരി വൈഫായാലും ശരി മക്കളായാലും ശരി തിരിച്ചു കാത്തിരിക്കുന്ന ഹസ്ബൻഡ്സും ഉണ്ടാവും. ഞാൻ പറയില്ല, വൈഫ് തിരിച്ചു വരുമ്പോഴേക്കും വിശന്നിരിക്കുന്ന ഹസ്ബൻഡ്സും ഉണ്ടാവും. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതൊരു കുഞ്ഞു എക്സാമ്പിൾ മാത്രം കേട്ടോ. ആൾക്കാരെ പ്ലീസ് ചെയ്യുന്ന കാര്യത്തിൽ വേറെയും കുറെ ഉണ്ട് കേട്ടോ. എന്ത് പറഞ്ഞാലും തിരിച്ചു പറയാണ്ടിരിക്കുന്നതാണോ ശരി? പറ്റത്തില്ല. എനിക്ക് അതിൽ ഒരു ഇതും തോന്നാറില്ല. എനിക്ക് എന്താണ് എന്റെ ഹാപ്പിനെസ് കേട്ടോ. ഓരോ മനുഷ്യർക്കും അവനോന്റെ ഹാപ്പിനെസ് അത് നമ്മൾ തന്നെ കണ്ടുപിടിച്ചാൽ നമ്മള് ഹാപ്പിയായി. അപ്പം എന്റെ ഒരു ഇതില് ഹാപ്പിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ വാല്യൂ സിസ്റ്റം, സംതിങ് ദാറ്റ് യു നോ ഐ മൈസെൽഫ് ഹാസ് വിത്തിൻ മീ. അപ്പൊ എന്റെ വാല്യൂ സിസ്റ്റത്തിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാതെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഹാപ്പിയാണ്.
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തെറ്റ് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പം തെറ്റാണ് എന്ന് വിളിച്ചു പറയുന്നതായിരിക്കും എന്റെ ഹാപ്പിനെസ്. മനസ്സിലായി? മറ്റേ ആൾക്ക് എങ്ങനെ തോന്നുന്നു എനിക്ക് അറിയില്ല. പക്ഷെ എന്തായാലും എനിക്ക് ചിലപ്പം ചില സാധനങ്ങൾ എനിക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അത് ഞാനിങ്ങനെ അടക്കി പിടിച്ചിരുന്ന എനിക്കത് ഭയങ്കര ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കുന്നത്. അപ്പൊ ഞാൻ എന്ന് പറഞ്ഞ പൊട്ടിത്തെറിച്ച് അങ്ങനെ പറയല്ല, മനസ്സിലായി. പക്ഷെ ഞാൻ ക്ലിയർലി പറയും ഇത് അൺഅക്സെപ്റ്റബിൾ ആണ്. നമുക്ക് പറയാനുള്ളത് പറയാം. അതെ, അവരെടുക്കോ വേണ്ടേ? അതെ, അതെ. അപ്പം എന്റെ ഒരു ഫ്രണ്ട് എപ്പോഴും ഇങ്ങനെ വിളിച്ചിട്ട് പറയും, യുനോ പുള്ളിക്കാരിയുടെ ഹസ്ബൻഡിന് വേണ്ടി ഇത് ചെയ്യണു, ഫാദർ ഇൻ ലോ മദർ ഇൻ ലോക്ക് വേണ്ടി ഇത്രയും ചെയ്യുന്നു, കുട്ടികൾക്ക് വേണ്ടി ഇത്രയും ചെയ്യണു. പക്ഷെ പുള്ളിക്കാരിയുടെ ഏറ്റവും വലിയ സങ്കടം എന്താണെന്നറിയോ? ഇവരാരും ഹാപ്പി അല്ല. ഇവരെന്തെങ്കിലും പുള്ളിക്കാരി എന്തെങ്കിലും ഒരു ഫോൾട്ടോ എന്തെങ്കിലും മനുഷ്യനില്ല. അപ്പം ഈ ഹാപ്പിനെസ് ഒക്കെ അങ്ങോട്ട് പോവുക. അപ്പം ഇത്രയും ഞാൻ കഷ്ടപ്പെട്ട് ചെയ്തിട്ടും ഞാൻ എവിടെയെങ്കിലും ഒന്ന് ചെയ്യാൻ, ചിലപ്പം പുള്ളിക്കാരിക്ക് വയ്യാത്തതും ഉണ്ടായിരിക്കാം, എന്തെങ്കിലും കൊണ്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിനൊരു കുറ്റമായിട്ട് പറയാ. അപ്പൊ ഞാൻ ചോദിക്കണം, ഹാപ്പി ആയിട്ടാണോ ഇതെല്ലാം ചെയ്ത് കൊടുക്കുന്നത്? അത് കറക്റ്റ് ചോദിച്ചാൽ പലപ്പോഴും ഹാപ്പി ആയിട്ടല്ല. അതെ, ചെയ്യണ്ടേ വിചാരിച്ച് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ട്. അവരെന്ത് വിചാരിക്കും? കറക്റ്റ്. പക്ഷെ എനിക്ക് തോന്നുന്നു നീ പറഞ്ഞ പോലെ ആ സമയത്ത് സത്യമായിട്ട് ഇന്ന് എനിക്ക് വയ്യായിരുന്നു, ഞാൻ ചെയ്തിട്ടില്ല. അത് നമ്മൾ തുടക്കത്തിലെ ആ ഒരു സെറ്റ് ചെയ്ത് വെച്ചാൽ അവരുടെ മനസ്സും ക്ലിയർ ആയിരിക്കും. നമ്മൾ ആദ്യം ഒരുപാട് എക്സ്പെക്ടേഷൻ കൊടുക്കണോണ്ടാണ് ആൾക്കാരും എക്സ്പെക്ട് ചെയ്യുന്നത്. അതെ, വളരെ തുടക്കത്തില് നമ്മൾ ക്ലിയർ ആവുക. അതെ, നീ പറഞ്ഞതാണ് അതിലെ പോയിന്റ്. പക്ഷെ ആദ്യം അങ്ങനെ ആയിരുന്നില്ല കേട്ടോ. ഞാനൊരു എന്റെ പ്രൊഫഷണൽ ലൈഫിലോട്ട് കേറുമ്പോഴും ആദ്യത്തെ ഒരു ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ വിചാരം എന്താ, എല്ലാരെയും പ്ലീസ് ചെയ്ത് വെക്കുക, അപ്പത്തേക്കിന് അവര് ഹാപ്പി, എന്റെ അടുത്ത് ഞാന് ഹാപ്പി. പക്ഷെ നമുക്കിങ്ങനെ ഓരോരോ എക്സ്പീരിയൻസ്, ഓരോരോ ഇൻസ്റ്റൻസ് വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ആക്ച്വലി നമ്മൾ ബാക്കിയുള്ളവരെ ഹാപ്പി ആക്കാൻ നോക്കിയാ അവരെ ഹാപ്പി ആവുന്നുണ്ടോ എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ്. നമുക്ക് വിചാരം അവര് ചിരിച്ചു, അവര് ഹാപ്പി, പക്ഷെ അവരുടെ ഉള്ളിൽ അവര് ഹാപ്പി ആണോ എന്ന് നമുക്കറിയില്ല. അപ്പം എനിക്ക് തോന്നുന്നില്ല നമ്മൾ ആരും റെസ്പോൺസിബിൾ അല്ല വേറെ ഒരാളുടെ ഹാപ്പിനെസ്സിൽ. പിന്നെ ചില കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിപ്പം ഒരു കുട്ടി, നമുക്ക് അറിയുന്ന ഒരു കുട്ടി, ആ കുട്ടിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കുക, കുറച്ച് അത്രയും പൈസ ഉള്ള ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് അല്ലെങ്കിൽ കുറച്ച് ബുക്സ് വാങ്ങിക്കൊടുക്കുക, കുറച്ച് ഒരു ബാഗ് വാങ്ങിക്കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലും ഒക്കെ വെക്കുമ്പോ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ആട്ടോ. അത് ബാക്കിയുള്ളവരുടെ ഹാപ്പിനെസ്സിൽ നമുക്ക് ഹാപ്പിനെസ് കിട്ടുന്ന കാര്യം. അത് മനസ്സിലായി. അപ്പൊ രണ്ട് സ്ഥലത്തുനിന്നും ഹാപ്പിനെസ് ഉണ്ടാവേണ്ട കാര്യങ്ങൾ നമ്മൾ സന്തോഷം അവനാണ് ഒരുപാട് സങ്കടപ്പെടുത്തി ചെയ്യണമെന്നില്ല. അത് പറഞ്ഞ പോലെ ചോക്ലേറ്റ് ആവണം നിർബന്ധമില്ല. ഒരിക്കലും നമുക്ക് ന്യൂട്രീഷ്യസ് ഫുഡ് ആവാം അല്ലെ? കഴിക്കുന്നവർക്ക് ചിലപ്പോ ടേസ്റ്റ് ഇത്തിരി നല്ലല്ലാന്ന് തോന്നും, പക്ഷെ ആരോഗ്യത്തിന് ഭാവിയിൽ അവർക്കും നല്ലതാണ്, കഴിക്കുന്നത് നമുക്കും നല്ലതാണ്. പിന്നെ നിനക്ക് തോന്നിയിട്ടുണ്ടാവും നമ്മുടെ ഒരു എയർ, ഒരു ഓറ, നമ്മൾ ഹാപ്പി ആകുമ്പോഴാണ് അത് ഇത്തിരി നന്നായിരിക്കുക. അപ്പൊ കുറച്ചുകൂടി ഹാപ്പിനെസ് നമുക്കും അട്രാക്ട്. സത്യമാണ്. ഇപ്പം വീട്ടിലാണെങ്കിലും ഇപ്പൊ ചില ദിവസമില്ലേ ഞാൻ നല്ല ടയേർഡ് ആയിരിക്കും, അല്ലെങ്കിൽ എനിക്ക് എന്റെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും, അന്ന് ഞാൻ ഇങ്ങനെ ഡള്ളായിരിക്കും. അപ്പൊ പിള്ളേര് വന്ന് ചോദിക്കും, എന്ത് പറ്റി മമ്മ? ബിക്കോസ് എന്റെ എനർജി ലെവല് അങ്ങ് ലോ ബാറ്ററി കാണിക്കുന്ന പോലെയാണ്. അപ്പം അങ്ങനെയുള്ളപ്പോ എനിക്ക് തോന്നുന്നു നമ്മൾ തന്നെത്താനെയാണ് നമ്മളുടെ ഹാപ്പിനെസ് കണ്ടുപിടിക്കേണ്ടത്. പിള്ളേര് വന്ന് ഹഗ് ചെയ്യും, അപ്പൊ നല്ലൊരു ലവ് കിട്ടും. പിന്നെ കുറച്ച് കഴിയുമ്പോ അവര് സ്കൂളിലോട്ട് പോയി കഴിയുമ്പോ പിന്നെയും ലോ ആവും. അതിനെക്കാട്ടും നല്ലത് നമ്മളുടെ തന്നെ ഹാപ്പിനെസ്സിനെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ലോ ആണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ നമുക്ക് പിന്നെയും തിരിച്ച് നമ്മളുടെ ബാക്ക് ടു നോർമൽ ആവാൻ പറ്റും. അത് കറക്റ്റ് ആട്ടോ. അപ്പൊ നമുക്ക് ഇതിനെ പറ്റി ഒരിക്കലും ഡിസ്കസ് ചെയ്യാൻ വെച്ചു. നമ്മുടെ ഓറ നമുക്ക് എങ്ങനെ ഹാപ്പിനെസ് നമ്മളെ സറൗണ്ട് ചെയ്ത എനർജി വെക്കാൻ പറ്റും. ഒരു ദിവസം നമുക്ക് അതിനെ പറ്റിയും പറയാട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടോപ്പിക് അല്ലേ? അപ്പൊ നമ്മുടെ ഉള്ളിലത്തെ ഹാപ്പിനെസ് ആണോ നമ്മൾ ഈ പുറത്ത് കാണിക്കുന്ന ഹാപ്പിനെസ്? അതും ഇങ്ങനെ സാക്രിഫൈസ് ചെയ്തിട്ട് പുറത്തുള്ളവരെ ഹാപ്പി ആക്കുമ്പോ നമ്മുടെ എനർജി പോണെയാണോ? അതൊക്കെ നമുക്ക് ഒരു ദിവസം ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന വളരെ വലിയ ടോപ്പിക്കുമാണ്. ഇതൊക്കെ എനിക്ക് തന്നെ കുറെ ഫ്രണ്ട്സിന്റെ കേൾക്കുന്നതും ഒക്കെ കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും? ഒരു ബെയർ മിനിമം പോകുന്നതിന് മുമ്പേ count our blessings and be happy. Thanks for watching Echoes of Heart. Bye bye.